ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. സ്മൃതി ഭാഗം 25. ഗൗരി, എടി നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? എന്തെങ്കിലും ഒന്ന് പറയടി. അവർ ദാ പോകുന്നു. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. തടഞ്ഞൂടെ നിനക്കവരെ? ദേഷ്യം സഹിക്ക വയ്യാതെ ലച്ചു ചോദിച്ചതും അത്രയും നേരം മൗനം പാലിച്ച ഗൗരി പറഞ്ഞു, വ്യാസ്, അവൻ എന്നെ കേൾക്കണ്ട ലച്ചു. ഞാൻ താമസിച്ചു പോയി. വ്യാസിനിൽ നിന്നും മനസ്സുകൊണ്ട് അകന്നുപോയി. അവന് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് പോലുമില്ല. വേണ്ട, എല്ലാവരും പോട്ടെ. ഗൗരിയെ തനിച്ചാക്കി എല്ലാവരും പോകട്ടെ. ഗൗരി നീ... ലച്ചു മുഴുവനാക്കും മുന്നേ ഗൗരി ഒരു ടാക്സിക്ക് കൈ കാണിച്ച് അതിൽ കയറി അവളോടൊരു വാക്കുപോലും പറയാതെ അവിടെ നിന്നും പോയി. ഗൗരി പോയതും ലച്ചു വ്യാസിനെ വിളിച്ച് വിവരം പറഞ്ഞു. അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കുമോ എന്ന് ലച്ചു വല്ലാതെ ഭയപ്പെട്ടു. ഗൗരി നേരെ പോയത് ബീച്ചിലേക്കായിരുന്നു. രാത്രി സമയം ആയതുകൊണ്ട് തന്നെ തീരെ തിരക്കില്ലായിരുന്നു. കടൽത്തീരത്ത് അവൾ തന്റെ നെഞ്ചിലെ ഭാരം ഒഴിയുന്നതുവരെ ഉറക്കെ വാവിട്ട് കരഞ്ഞു. വ്യാസ് ഒരിക്കൽ പോലും തന്നെ കേൾക്കാൻ തയ്യാറാവാഞ്ഞത് അവൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. കണ്ണന്റെ ചിരിയും കളിയും എല്ലാം ഓർമ്മ വരികെ അവൻ തന്നിൽ നിന്നും അകന്നുപോയി എന്ന ചിന്ത അവളെ വല്ലാതെ തളർത്തി. ഇനി ഒരിക്കലും അവർ തിരിച്ചു വരില്ല എന്ന വ്യാസിന്റെ വാക്കുകൾ തന്റെ പ്രാണനും പ്രണയവും തന്റെ എടുത്തുചാട്ടം കൊണ്ട് തന്നെ വിട്ടുപോയിരിക്കുന്നു. വ്യാസ് പറഞ്ഞത് ശരിയല്ലേ? ആദ്യം ഗീതുവിന് വേണ്ടി തന്റെ പ്രണയം മറച്ചുവെച്ചു. എന്നിട്ട് എന്ത് നേടി? ഗീതു തന്റെ പ്രണയം ചതിയിലൂടെ നേടി. ഇപ്പോ വർഷയ്ക്ക് വേണ്ടി വീണ്ടും അവനിൽ നിന്നും അകന്നു നിന്നു. തന്റെ തെറ്റാണ്. അവനെ ഒന്നിനു വേണ്ടിയും തന്നിൽ നിന്ന് അകറ്റി നിർത്തരുതായിരുന്നു. അവൾക്ക് ആലോചിക്കും തോറും ചങ്കു പൊട്ടുന്ന വേദന തോന്നി. എന്തിനമ്മേ, അച്ഛേ, നിങ്ങൾ എന്നെ തനിച്ചാക്കി പോയത്? അതുകൊണ്ടല്ലേ ഇപ്പോ നിങ്ങളുടെ പാറു ഇങ്ങനെ വളരെയധികം സങ്കടപ്പെടേണ്ടി വന്നത്, ഒറ്റപ്പെട്ടു പോയത്? കൂടെ കൊണ്ടുപോകായിരുന്നില്ലേ എന്നെ കൂടി? എനിക്ക് ആരുമില്ല. ജീവനായി സ്നേഹിച്ച എന്റെ കൂടെപ്പിറപ്പ് എന്റെ പ്രണയം തട്ടിയെടുത്ത് എന്നെ ചതിച്ചു. ഇപ്പതാ എന്നെ ഒന്ന് കേൾക്കുവാൻ പോലും തയ്യാറാകാതെ വ്യാസു, ഒപ്പം എൻ്റെ മോനെയും എന്നിൽ നിന്നും അകറ്റി. അവരില്ലാതെ ഈ ഗൗരിക്ക് ഒരു ജീവിതമില്ലെന്ന് എങ്ങനെ അവർക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കുക? എൻ്റെ പ്രാണനും പ്രണയവുമല്ലേ അവർ? കണ്ണൻ, അവൻ എന്നിൽ നിന്നും അകന്നു പോയപ്പോൾ വയ്യ, ഇനി വയ്യ. വ്യാസു കണ്ണനുമില്ലാത്ത ഒരു ജീവിതം ഗൗരിക്കിനി വേണ്ട. എൻ്റെ കണ്ണന് ഒരിക്കലും അവളുടെ നല്ല ജീവിതത്തിന് ഒരു തടസ്സമാവരുത്. എന്തോ തീരുമാനിച്ചുറപ്പിച്ച് അവൾ കണ്ണുനീര് വാശിയോടെ തുടച്ചു മാറ്റി. ശേഷം മുന്നിലേക്ക് എഴുന്നേറ്റ് നടന്നു. പാദങ്ങളെ കടലമ്മ പുലുക്കിയപ്പോൾ തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സാമീപ്യം തനിക്കരികിൽ ഉള്ളതായി തോന്നി. അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു. ഒരു നിമിഷം ബുദ്ധിക്കുമേൽ ഹൃദയം ജയം നേടി. കൂടുതൽ ആഴങ്ങളിലേക്ക് അവൾ നടന്നെടുത്തു. അകലെ നിന്ന് ശക്തിയോടെ ആർത്തുടച്ചു വരുന്ന തിരമാലയെ നോക്കി അവൾ പുഞ്ചിരിച്ചു. ശേഷം കണ്ണുകൾ അടച്ചു. അവിടെ വ്യാസിന്റെ മുഖം തെളിഞ്ഞു വന്നതും അവൾ ചുണ്ടുകൾ മന്ത്രിച്ചു. ഐ ലവ് യു വ്യാസ്. പെട്ടെന്നാണ് ആരോ ഗൗരിയെ കൈ പിടിച്ചു വലിച്ചത്. ഒരു നിമിഷം വ്യാസിനെ പ്രതീക്ഷിച്ച് കണ്ണു തുറന്നു നോക്കിയ ഗൗരി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് വെറുപ്പോടെ അവന്റെ കയ്യിൽ നിന്നും കുതറി മാറുവാൻ ശ്രമിച്ചു. ഹ, അടങ്ങി നിൽക്കടെ അവിടെ. എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോവാം എന്ന് കരുതിയോ നീ? അങ്ങനെ അങ്ങ് നിന്നെ വിട്ടുകളയാൻ ഈ വിനായകന് കഴിയോ? ഞാൻ താലി കെട്ടാൻ നിന്ന എന്റെ പെണ്ണല്ലേ നീ? നീ എന്ത് കരുതി നിന്റെ മറ്റവൻ വന്ന് നിന്നെ കെട്ടി കൂടെ പൊറപ്പിക്കുമെന്നോ? എന്നിട്ട് അവൻ എന്തേ? നിന്നെ മടുത്തപ്പോ ഉപേക്ഷിച്ച് പോയത് കണ്ടില്ലേ? ഇനി നീ ആർക്കു വേണ്ടിയാ കാത്തിരിക്കുന്നേ? എന്റെ കൂടെ വാ. വേറെ ഒരുത്തൻ കേറി നിരങ്ങിയ ശരീരമാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്കങ്ങ് സുഖിച്ച് ജീവിക്കാന്നേ. അവന്റെ വാക്കുകൾ അവളിൽ ഒരേ സമയം അറപ്പും ദേഷ്യവും ഉണ്ടാക്കി. ചി, വിടട എന്റെ കൈ. നിന്റെ ഒപ്പമൊക്കെ നിന്റെ ആശ പോലെ ഞാൻ ജീവിക്കും എന്ന് നീ കരുതിയെങ്കിൽ നിനക്ക് തെറ്റി വിനായക. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എൻ്റെ ശവമായിരിക്കും നിനക്കൊക്കെ കിട്ടുക. നീ നീ എന്തിനാ
എന്നെ തേടി വന്നത് എന്ന് എനിക്ക് നന്നായി അറിയാം. എന്റെ സ്വത്ത് അതല്ലേ നിനക്ക് വേണ്ടത്? അതിനുവേണ്ടി നീ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല. ആദ്യം എന്റെ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കി. പിന്നെ എന്റെ ഗീതു. തലനാരിഴയ്ക്കാണ് വ്യാസും കണ്ണനും രക്ഷപ്പെട്ടത്. നിന്നെ പേടിച്ച് ഇത്രയും കാലം ഞാൻ ഒളിച്ചു നടന്നു. ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല. നീ എന്നെ കൊല്ലില്ല എന്നെനിക്ക് നന്നായി അറിയാം. ഞാൻ മരിക്കുന്ന നിമിഷം എന്റെ എല്ലാ സ്വത്തും അനാഥാലയത്തിന് ചെന്നു ചേരുമല്ലോ. ഞാൻ വക്കീലിനെ കണ്ടിരുന്നു. ഇനി നിന്റെ അടുത്ത മാർഗം എന്നെ കല്യാണം കഴിച്ച് എന്നിൽ നിന്നും എല്ലാം എഴുതി വാങ്ങാം എന്നാണെങ്കിൽ ആ പൂതി നിന്റെ മനസ്സിൽ ഇരിക്കുകയുള്ളൂ. പറയുന്നതോടൊപ്പം അവൾ അവനെ പിറകിലേക്ക് ആഞ്ഞു തള്ളി. പ്രതീക്ഷിക്കാത്തതിനാൽ അവളുടെ കയ്യിലെ പിടി വിട്ട് അവൻ മലർന്നടിച്ചു വീണു. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ തിരിഞ്ഞു നടന്ന ഗൗരിയുടെ മുടിക്ക് ആരോ കുത്തിപ്പിടിച്ചു. വേദനയ്ക്കിടയിലും തിരിഞ്ഞു നോക്കിയ ഗൗരി കണ്ടു തന്നെ നോക്കി പുച്ഛിച്ചു നിൽക്കുന്ന ടീനയെ. അതേസമയം വിനായകൻ എഴുന്നേറ്റ് ഗൗരിക്ക് അടുത്തേക്ക് വന്നു. നീ പറഞ്ഞത് ശരിയാ. നീ ചത്താൽ നിന്റെ സ്വത്ത് മുഴുവൻ എനിക്ക് നഷ്ടപ്പെടും. അതിനു വേണ്ടിയല്ല ഞാൻ ഇത്രയ്ക്കും കഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നിന്നെ ഇപ്പോ ഈ നിമിഷം താലി കെട്ടി വിനായകന്റെ ഭാര്യയാക്കാൻ ഞാൻ പോവുക. ശേഷം നാളെ രജിസ്റ്റർ ചെയ്യും. നീ അവിടെ എന്തൊക്കെ പറഞ്ഞാലും ആരും നിന്നെ രക്ഷിക്കാൻ വരില്ല. കാരണം അവിടെയുള്ള ആളുകളൊക്കെ എന്റെ ആൾക്കാരാ. അതിനുശേഷം നിന്റെ സ്വത്ത് അതെന്റെ കൂടി അവകാശപ്പെട്ടതാവുമല്ലോ. എന്നെ വല്ലാതെ കൊതിപ്പിച്ച നിന്റെ ശരീരവും സ്വന്തമാക്കി മടുക്കുമ്പോൾ നിന്റെ ജീവനും എടുക്കും ഞാൻ. ഇനി അവനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഗൗരി തിരിഞ്ഞ് ടീനയോട് പറഞ്ഞു. ടീന, എന്നെ വിട്. നീയൊരു പെണ്ണല്ലേ. എന്തൊരു ദ്രോഹ ഞാൻ നിന്നോട് ചെയ്തത്? ഗൗരിയെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ടീന പറഞ്ഞു. ദ്രോഹമല്ലേ നീ ചെയ്തത്? എന്റെ വ്യാസിനെ കയറി നീ പ്രണയിച്ചു. ഇപ്പോഴും അവൻ ഇട്ടിട്ട് പോയിട്ടും നിന്റെ നാവിൽ നിന്ന് അവനോട് പ്രണയമാണെന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. ഇനി അത് വേണ്ട. ദാ ഈ നിൽക്കുന്നവന്റെ ഭാര്യയായി കഴിഞ്ഞാൽ നീ ഒഴിഞ്ഞു പോയിക്കോണം. എല്ലാം അവസാനിപ്പിച്ച്. വ്യാസ് അവൻ എന്റെയാ. ടീനയുടെ നാവിൽ നിന്നും വ്യാസ് അവളുടേതാണ് എന്ന് പറഞ്ഞു കേട്ടത് ഗൗരിയിൽ അടങ്ങാത്ത ദേഷ്യമുണ്ടാക്കി. തന്റെ മുടിയിൽ പിടിച്ചിരുന്ന അവളുടെ കൈ ബലമായി പിടിച്ചു മാറ്റി അവളെ കവിളിൽ ഗൗരി ആഞ്ഞൊടിച്ചു. അടിയുടെ ശക്തിയിൽ അവൾ തെറിച്ചു വീണു. ഗൗരിയുടെ പ്രവൃത്തിയിൽ വിനായകനും ഞെട്ടി. ആദ്യമായാണ് അവളുടെ മുഖത്ത് ഇത്രയും ദേഷ്യം കാണുന്നത്. നീ എന്താ പറഞ്ഞേ? വ്യാസ് നിന്റെ ആണെന്നോ? നിന്റെ അതിമോഹമാണ് ടീന. ഈ ഗൗരി ജീവിച്ചിരിക്കുമ്പോൾ നിന്നെപ്പോലെ എഴുത്തിക്ക് ഞാൻ വ്യാസിന് വിട്ടു തരുമെന്ന് നീ കരുതിയോ? എന്നാൽ കേട്ടോ, വ്യാസ് ഈ ഗൗരിയുടേതാണ്. അവന് ഈ ജന്മവും ഇനിയുള്ള ജന്മങ്ങളിലും അവകാശിയായി ഈ ഗൗരി മാത്രമായിരിക്കും. പിന്നെ അവൻ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞല്ലോ നീ. അവൻ എവിടെ പോയാലും ഈ ഗൗരിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. അതെനിക്ക് ഉറപ്പുണ്ട്. കാരണം എനിക്കറിയാം അവൻ എന്നെ എത്രമാത്രം പ്രണയിക്കുന്നുണ്ടെന്ന്. അവൻ എവിടെ പോയാലും എന്റെ ഒരു വിളി മതി അവൻ എന്റെ അടുത്ത് എത്താൻ. കാരണം എന്താണെന്ന് നിനക്കറിയോ? എനിക്ക് അവനോടുള്ള പ്രണയം ആത്മാർത്ഥമാണ്. അതുകൊണ്ടല്ലേ എന്റെ കൂടെ പിറപ്പും നീയൊക്കെ ശ്രമിച്ചിട്ടും അവൻ എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തിയത്. ഇനി നിനക്കെന്നല്ല ഒരാൾക്കും വ്യാസിന് ഞാൻ വിട്ടുതരില്ല. ആ പിന്നെ നിന്നോടൊക്കെ നന്ദിയുണ്ട്. ഒരു നിമിഷം ആകെ തളർന്നുപോയി പൊട്ടത്തരം ചെയ്യാൻ നിന്ന എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിന്റെ വാക്കുകൾ കൊണ്ട് സാധിച്ചു. പക്ഷേ അതിന്റെ പേരിൽ വ്യാസിന് മേൽ അവകാശം പറഞ്ഞ് വന്നാലുണ്ടല്ലോ, ഈ ഗൗരിയുടെ വേറൊരു മുഖം നീ കാണും. കേട്ടോടി? അവസാനമായി പറയാ, വ്യാസ് എന്റെയാ. ഒരാൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ശേഷം അവൾ വിനായകന് നേരെ തിരിഞ്ഞു. നീ കരുതിയിരുന്നോ നീയും നിന്റെ അച്ഛനും കൂടി ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് നീയൊക്കെ അനുഭവിക്കാൻ തുടങ്ങുന്നതേയുള്ളൂ. കളത്തിലേക്ക് ഞാൻ ഇറങ്ങാൻ പോകുക. സകല തെളിവുകളും എന്റെ കയ്യിലുണ്ട് നിന്നെ പൂട്ടാൻ. അത് തന്നെ ധാരാളം. പിന്നെ കണക്ക് തീർക്കാൻ ഞാൻ ഒറ്റയ്ക്കാവില്ല. എന്നിൽ പൂർണ്ണ അവകാശം നേടി വ്യാസമുണ്ടാവും എന്റെ കൂടെ. നിനക്ക് തടുക്കാൻ പറ്റുമെങ്കിൽ നീ തടുക്ക്. ഡി എല്ലാം കേട്ട് ദേഷ്യത്തോടെ ഗൗരിയെ അടിക്കാനായി പൊക്കിയ വിനായകന്റെ കയ്യിൽ ആരോ പെട്ടെന്ന് പിടിച്ചു തിരിച്ചു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും വിനായകലും
ടീനയിലും ഭയവും ഗൗരിയിൽ അമ്പരപ്പവും ഉണ്ടായി. വ്യാസ്. ആ പേര് പറയുമ്പോൾ ടീനയുടെ ശബ്ദം ഭയത്താൽ ഇടറിപ്പോയി. കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് വ്യാസ് വിനായകനെ ചവിട്ടി വീഴ്ത്തി. നീ എന്താടാ കരുതിയേ? എന്റെ പെണ്ണിനെ നിന്റെ മുന്നിലേക്ക് ഇട്ട് തന്നിട്ട് ഞാൻ പോകുമെന്നോ? എന്നാ നിനക്ക് തെറ്റി. നീയും ദാ ഈ മോളും ഇവൾക്ക് പിന്നാലെ കുറച്ചു ദിവസമായി നടക്കുന്നത് ഞാൻ മുന്നേ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാ നിന്നെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. പിന്നെ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഒരാളെ മനസ്സറിയണമായിരുന്നു. അതും നടന്നു. അവസാന വാചകം പറയുമ്പോൾ വ്യാസിന്റെ നോട്ടം ഗൗരിയിലായിരുന്നു. അവനെ കണ്ട അമ്പരപ്പ് അവളുടെ മുഖത്ത് അപ്പോഴും ഉണ്ടായിരുന്നു. കൂടെ നഷ്ടപ്പെട്ട എന്ന് കരുതിയതെന്തോ തിരിച്ചു കിട്ടിയ പോലുള്ള സന്തോഷവും. നീയും നിന്റെ അച്ഛനും കൂടി എനിക്കുണ്ടാക്കിയ നഷ്ടങ്ങൾ എല്ലാം സഹിച്ച് ഞാൻ മിണ്ടാതെ നിൽക്കുമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിനക്കും തെറ്റി മോനെ വിനായക. നിനക്കുള്ള പണി അണിറയിൽ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അത് സമയമാവുമ്പോൾ നിനക്ക് കിട്ടും. പക്ഷേ അതിനു മുന്നേ കുറച്ച് കാര്യങ്ങളും കൂടി എനിക്കറിയാനുണ്ട്. അതുവരെ നീ ക്ഷമിക്കേ. ഡാ എന്ന് വിളിച്ച് അടിക്കാൻ വന്ന വിനായകനെ ഒരു ദയയും കൂടാതെ വ്യാസ് തല്ലി പരിവമാക്കി. ഒന്ന് എഴുന്നേൽക്കലും പോലും കഴിയാത്തവനെ കലിയടങ്ങാതെ വ്യാസ് പിന്നെയും തല്ലിക്കൊണ്ടിരുന്നു. പിടിച്ചു മാറ്റാൻ ചെന്ന ടീനയ്ക്കും ആവശ്യത്തിന് കിട്ടി. ഒരിക്കൽ കൂടി അവനെ ഇടിക്കുവാനായി പൊക്കിയ കൈയിൽ ഗൗരി കയറി പിടിച്ചു. വ്യാസ് നിർത്ത്. ഇനിയും തല്ലിയാൽ അവൻ ചത്തുപോകും. ദേഷ്യത്തോടെ തന്നെ അവളുടെ കൈ കുടഞ്ഞെറിഞ്ഞ് അവളെ കലിപ്പിൽ നോക്കി വ്യാസ്. അവന്റെ ദേഷ്യം കണ്ടതും ഗൗരി കൈവിട്ട് പിറകിലേക്ക് മാറി നിന്നു. വ്യാസ് വിനായകന്റെ കൊളറിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി. കണക്ക് നിൽക്കാൻ തുടങ്ങിയാൽ നിന്റെ ജീവൻ എടുത്തേ വ്യാസ് അടങ്ങൂ. എന്നിട്ടും ഒന്നിനും ഞാൻ നിൽക്കാത്തത് എന്റെ മോനെയും പിന്നെ ഈ നിൽക്കുന്നവളെയും ഓർത്തുകൊണ്ട് മാത്രമാണ്. ഇനി ഒരിക്കൽ കൂടി നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടാൽ ഇങ്ങനെ ആവില്ല എന്റെ പ്രതികരണം. കേട്ടോടാ മോനെ. അവനെ പിടിച്ച് പിന്നിലേക്ക് തള്ളി വ്യാസ് ടീനയ്ക്ക് അടുത്തേക്ക് നടന്നു. ഗൗരി പറഞ്ഞത് കേട്ടല്ലോ. എന്നിൽ ആർക്കെങ്കിലും അവകാശമുണ്ടെങ്കിൽ അത് അവൾക്ക് മാത്രമാണ്. നീ നിന്നെ ഭ്രാന്ത് അവസാനിപ്പിച്ച് ജീവിക്കുന്നതാവും നല്ലത്. ഇനി അവളുടെ മേത്ത് ഒരു പോറലെങ്കിലും ഉണ്ടായാൽ നീ എന്റെ ഫ്രണ്ടായിരുന്നു ഒരിക്കലെന്ന് ഞാൻ അങ്ങ് മറക്കും. അത്രയും പറഞ്ഞ് അവൻ ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കയ്യിൽ ബലമായി പിടിച്ച് കുറച്ച് മുന്നോട്ട് നടന്നു. അവന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഗൗരിക്ക് ഉണ്ടായിരുന്നില്ല. കുറച്ച് മുന്നോട്ട് നടന്ന് അവൻ തിരിഞ്ഞു നിന്ന് അവരെ നോക്കി പറഞ്ഞു, നിന്റെയൊക്കെ പിന്നിൽ എന്റെ ദാ ഇവളുടെ ഒരുപോലെ ശത്രുവായ ഒരാൾ കൂടിയുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. ഞങ്ങളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവൻ. അവന്റെ ബലത്തിലാണ് നീയൊക്കെ കളിക്കുന്നതും എന്നറിയാം. അവനോട് ചെന്ന് പറഞ്ഞേക്ക് അവന്റെ ഒളിച്ചുകളി എത്രയും പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ടെന്ന്. വ്യാസിന്റെ വാക്കുകൾ വിനായകൻ ഉണ്ടാക്കിയ ഞെട്ടൽ ചെറുതല്ലായിരുന്നു. ഒരിക്കലും അവൻ അറിയില്ല എന്ന് വിശ്വസിച്ച കാര്യം എങ്ങനെ വ്യാസ് കണ്ടുപിടിച്ചു? നിമിഷ നേരം കൊണ്ട് അവനിൽ ഭയം നിറഞ്ഞു. വ്യാസ് ആ ആളെ കണ്ടുപിടിച്ചാൽ പിന്നെ തങ്ങൾക്ക് രക്ഷയുണ്ടാവില്ല എന്ന് അവന് ഉറപ്പായിരുന്നു. അവന്റെ മുഖഭാവം കണ്ട് ടീന അവനടുത്തേക്ക് ചെന്നു. വിനു, ഇനിയെങ്കിലും നീ പറ, ആരവരുടെ ശത്രു? വിനായകൻ ആ ആളുടെ പേര് പറഞ്ഞതും ടീന തണഞ്ഞു നിന്നു. കാറിനടുത്ത് എത്തിയിട്ടാണ് വ്യാസ് ഗൗരിയുടെ കൈ വിട്ടത്. വ്യാ പറഞ്ഞു മുറിക്ക് മുന്നേ ഗൗരി അടികൊണ്ട് നിലത്ത് വീണിരുന്നു. മിണ്ടരുത് നീ. നിന്നെയൊക്കെ ഈ കടലിൽ മുക്കി കൊല്ലുകയാ വേണ്ടത്. അല്ല, ഞാൻ കൊല്ലണ്ട. നീ ചാവാൻ വേണ്ടി നോക്കിയതല്ലേ? നിനക്കാരെയും വേണ്ടല്ലോ. ചാവാൻ തയ്യാറായപ്പോൾ എന്നെ ഓർക്കണ്ട, നിന്റെ മോനെങ്കിലും ഓർത്തോടി നീ. ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നീ സ്വയം ജീവൻ ഒടുക്കാൻ ശ്രമിക്കില്ലായിരുന്നു. ആ ടീനയുടെ മുഖത്ത് നോക്കി ഞാൻ നിന്റെയാണെന്ന് പറയാൻ കാണിച്ച ധൈര്യം എന്താടി കോപ്പേ നീ മുന്നേ കാണിക്കാഞ്ഞേ? ഞാൻ നിന്നെ വിട്ട് മോനെയും കൊണ്ട് പോവാന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ഞാൻ നിനക്ക് തന്ന പോലെ ഒന്ന് എനിക്കിട്ട് പൊട്ടിച്ച് എന്നിൽ അവകാശി നീ മാത്രമാണ്, ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് എന്താടി നീ പറയാഞ്ഞേ? അപ്പോ അവൾ വലിയ ത്യാഗിയായി. ഇപ്പൊ എന്താടി ടീനയ്ക്കും എന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാവാഞ്ഞേ? നിനക്ക്
ഞാൻ അവളെ കെട്ടുന്നെന്ന് കാണണ്ടടി. പറയടി.